ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു എണ്ണയില്ല പലഹാരമാണ്. അപ്പോൾ ഈ പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നല്ല മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്തതായതുപോലെ ഇങ്ങനെ പൊട്ടി വരുന്നത് വരെ വറുത്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് എള്ളും എടുത്തിട്ടുണ്ട്. എള്ളും നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി വറുത്തെടുത്തതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിന് ശേഷം എള്ള് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതും ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കണം. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ടുണ്ട്. കുറച്ച് ദിവസത്തേക്കൊക്കെ ഒരാഴ്ചത്തേക്കോ അങ്ങനെയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തേങ്ങയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇനി ഇത് മൂന്നും കൂടി നമുക്ക് മിക്സാക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം. നല്ല ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ശർക്കര പാനിയാണ് ചേർക്കുന്നത്. അതായത് 1 കപ്പ് തന്നെ ശർക്കര എടുത്തിട്ട് അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുത്തതാണിത്. ശർക്കര ഉരുക്കിയെടുത്തത് ആ ശർക്കര പാനിയും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ സാധനം ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതാണോ ഷേപ്പ് ആവശ്യമുള്ളത് അതുപോലത്തെ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഉന്നക്കയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു ഷേപ്പിലും കുറച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ഹെൽത്തിയാണ്. എള്ളിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എള്ളിൻ്റെ ആ ഒരു കൃഷിയും രീതിയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ അതൊന്നും കൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.